സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളുടെ മലയാളം ക്ലാസ് ആരംഭിക്കുകയാണ്. ഇടവേള നമ്മളുടെ എക്സാം കഴിഞ്ഞു, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ ചെറിയ ക്യാമ്പ് വന്നേരുന്നു. അപ്പോൾ എല്ലാവരും മറന്നിരിക്കുകയാണോ മലയാളത്തിനെ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു പുതിയ അധ്യായം തുടങ്ങാം. ഏതാണ് നമുക്ക് നേരത്തെ പഠിക്കാനാണ്? നോക്കിക്കേ, പാഠം 11 ഏതാണ്? ഏകലവ്യന്റെ ഗുരുദക്ഷിണ. ഏകലവ്യന്റെ ഗുരുദക്ഷിണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ ഏകലവ്യനെ പറ്റി? നമ്മുടെ പുരാണ കഥകളിലൊക്കെ എന്താണ് പറയുന്നത്? നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഇത്, ഏകലവ്യൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവോ? ഏകലവ്യനെ പോലെയുള്ള വിദ്യാർത്ഥികളാകണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഗുരുവിനെ അത്രയ്ക്കും ഈശ്വരനെ പോലെ കാണുന്ന ഗുരു. കേട്ടിട്ടുണ്ടാവും ഏകലവ്യന്റെ കഥ. നമുക്കിപ്പോഴും ഏകലവ്യൻ തൻ്റെ ഗുരുവിന് നൽകുന്ന ഗുരുദക്ഷിണയെ പറ്റിയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. നമ്മളുടെ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദർഭമാണിത്. അറിയാമല്ലോ, നമ്മളുടെ മഹാഭാരതം നമ്മുടേതാണ്. ഭാരതീയ പൈതൃകം ഉയർത്തിക്കാട്ടുന്ന ഗ്രന്ഥങ്ങളാണ് മഹാഭാരതവും രാമായണവും എല്ലാം. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്, അതിലൊരു കഥാപാത്രമാണ് നമ്മളുടെ ഏകലവ്യൻ. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ഏകലവ്യന്റെ ഗുരുദക്ഷിണ. നോക്കി കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ, ജന്മാസാഫല്യം വരുമോ ജനിച്ചാലാക്കും. ഏതാണ്? വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് എഴുതിയതാരാണ്? രാമപുരത്ത് വാര്യർ. നമ്മൾ പഠിച്ചിട്ടില്ലേ വഞ്ചിപ്പാട്ട്? ആ വഞ്ചിപ്പാട്ടിന്റെ ഈണം എന്താണ്? മതോന്നതാർത്ഥമാണ് കേട്ടോ. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ, ജന്മാസാഫല്യം വരുമോ ജനിച്ചാലാക്കും. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ, ജന്മാസാഫല്യം വരുമോ ജനിച്ചാലാക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്കുള്ള നന്മ എന്ന് പറയുന്നത്? എന്താണ് നമ്മൾക്കുള്ള നന്മ എന്ന് പറയുന്നത്? എന്താണ്? നമ്മളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ് നന്മ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിന്റെ നന്മയാണ്. നമ്മളുടെ അധ്യാപകരുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മുടെ ജന്മസാഫല്യമാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും ഗുരുക്കന്മാരെ ഒന്നും വെറുപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. എപ്പോഴും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജന്മസാഫല്യം വരുമോ ജനിച്ചാലാക്കും. നമ്മുടെ ജന്മത്തിൽ നമുക്കൊരു സാഫല്യം, നമ്മുടെ ജനിച്ചു കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ ഈ ഭൂമിയിൽ. അപ്പോഴാ ഒരു ജന്മസാഫല്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ജന്മസാഫല്യം കിട്ടുന്നത് ഗുരുക്കന്മാരിൽ നിന്നാണ്. ഗുരുവിന്റെ അനുഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് ജന്മസാഫല്യം ലഭിക്കുന്നത്. കണ്ടോ? ആ രാമപുരത്ത് വാര്യരുടെ നിങ്ങൾക്ക് ആ ഒരു ട്യൂൺ അറിയാമല്ലോ കുഞ്ഞുങ്ങളെ. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ, ജന്മസാഫല്യം വരുമോ ജനിച്ചാലാക്കും. അപ്പോൾ നമ്മളുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ആ മഹാഭാരതത്തിന്റെ കഥയാണ്. ആ മഹാഭാരതത്തിലെ കർണനെ പോലെ മറ്റൊരു ദുരന്ത കഥാപാത്രമാണ് ഏകലവ്യൻ. കർണന്റെ കഥ നിങ്ങൾക്കറിയാമോ? കർണന്റെ കഥ നമ്മുടെ കുന്തിദേവിയുടെ പുത്രൻ, മൂത്ത കുഞ്ഞാണ് കർണൻ. അദ്ദേഹം സൂര്യഭഗവാന്റെ പുത്രനാണ്. കുന്തിദേവിക്ക് മഹർഷിയിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നതാണ്, ദുർവാസാവിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നതാണ്. ആരുടെ പുത്രന്മാരെ കുന്തിദേവി ആഗ്രഹിക്കുന്നുവോ അവരുടെ കുഞ്ഞിനെ പ്രസവിക്കും, അവരുടെ കുഞ്ഞിനെ ജനിപ്പിക്കും എന്നുള്ളത് കുന്തിദേവിക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. കുന്തിദേവിയുടെ അനുഗ്രഹമാണ്. ആരുടെ കുഞ്ഞിനെയാണോ അവർക്ക് ഗർഭം ധരിക്കണമെന്ന് തോന്നുന്നത് ആ കുഞ്ഞിനെ അവർക്ക് കിട്ടുമെന്നുള്ളത്. അങ്ങനെ എന്താണ്? ഈ അനുഗ്രഹം കിട്ടിയ പിറ്റേ ദിവസം രാവിലെ എന്താണ് കുന്തിദേവിക്ക്? രാവിലെ നോക്കിയപ്പോൾ എന്താണ്?
കണ്ടായിരുന്നു സൂര്യനെ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു സൗന്ദര്യവും ഭംഗിയും കണ്ടിട്ടില്ലേ? എന്താണ്, നല്ല ആകാശമൊക്കെ നല്ലൊരു ചുമപ്പ് റോസ് കളറിലായി വളരെ മനോഹരമായിട്ടാണ് ആ സൂര്യ ഉദയം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കന്യാകുമാരി തന്നെ പോകണമെന്നൊന്നുമില്ല. സൂര്യോദയം സൂര്യാസ്തമയമൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നല്ല ചുവന്ന് തുടുത്ത സൂര്യഭഗവാൻ ഇങ്ങനെ വരികയാണ്. ആദ്യം കാണുന്ന ആകാശത്ത് കാണുന്ന ചുവപ്പ് എന്താണോ? സൂര്യഭഗവാന്റെ ആണോ? അല്ല, സൂര്യഭഗവാന്റെ തേരാളിയായിട്ടുള്ള ആരാണ്? സൂര്യഭഗവാന്റെ തേരാളി ആരാണെന്ന് അറിയാമോ? അരുണൻ. ആരാണ്? അരുണനാണ് തേരാളി. അപ്പോൾ ആ തേരാളിയുടെ വർണ്ണമാണ് ഈ ചുവപ്പ്. കുങ്കുമം കളർ മൊത്തം നമുക്ക് ആകാശത്തിൽ കാണാൻ പറ്റുന്നില്ലേ? അത് സൂര്യഭഗവാന്റെ തേരാളിയായിട്ടുള്ള അരുണന്റെ കളറാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൂര്യഭഗവാന്റെ വരവ്. കണ്ടിട്ടുണ്ടോ? നല്ല ചുമന്ന് കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് സൂര്യഭഗവാൻ വരുന്നത്. അപ്പോൾ ആ സൂര്യഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇവിടെ കുന്തിദേവിക്ക് എന്താണ് ഒരു ആഗ്രഹം അല്ലേ? തലേദിവസം അനുഗ്രഹം കിട്ടിയതേ ഉള്ളൂ. ആരുടെ കുഞ്ഞിനെയാണോ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കും. അത് ആഗ്രഹിച്ചാൽ മതി, അങ്ങനെ നടക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴെന്താണ് അവിടെ നിന്ന് കാണാനും പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനിക്ക്. സൂര്യഭഗവാന്റെ കുഞ്ഞിനെ വേണമല്ലോ എന്ന് ആഗ്രഹിച്ച സമയത്ത് എന്താണ്, സൂര്യഭഗവാന്റെ കുഞ്ഞായി കഴിഞ്ഞു കുന്തിദേവിക്ക്. അപ്പോഴെന്താണ്, കല്യാണം പോലും കഴിയാത്ത കുന്തിദേവി പ്രസവിച്ചു എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര നാണക്കേടുള്ള കാര്യമല്ലേ? വിവാഹിതരാകാതെ സ്ത്രീ പ്രസവിക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ മോശപ്പെട്ട കാര്യമാണ്. ഒരു ഒട്ടും എന്താണ് ഒരു അന്തസ്സുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ പറയും യേശുക്രിസ്തുവിന്റെ അമ്മ കന്യാമറിയമല്ലേ യേശുവിനെ പ്രസവിച്ചത്, അപ്പോഴേ അന്ന് കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ എന്താണ്, യേശു ആരാണ്? ദൈവപുത്രനാണ്. കന്യാമറിയം എന്നാണ് അമ്മയുടെ പേര്. മറിയം എന്നാണ്. കന്യാമറിയം എന്നല്ലേ അറിയപ്പെടുന്നത്. കന്യകയായിട്ട് ഗർഭം ധരിച്ച്, അതാണ് യേശു എന്താണ് ദൈവത്തിന്റെ പുത്രനെ മറിയത്തിന്റെ വയറ്റിൽ നിക്ഷേപിച്ചതാണ്, ഈശ്വരൻ കൊടുത്തതാണ്. അതാണ് യേശു. യേശു എന്താണ്, നമ്മൾ ദൈവം തന്നെയല്ലേ? ദൈവമാണ്. അതുപോലെയാണ് അപ്പോൾ നമ്മുടെ കുന്തിദേവിക്കും ഗർഭമുണ്ടായി. അപ്പോഴെന്താണ്, പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റാരെങ്കിലും പറഞ്ഞാൽ വളരെ ആക്ഷേപമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്താണ്, ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? ആ കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് കുഞ്ഞിന് എന്താണ്, സൂര്യന്റെ പുത്രനാണ്. കർണൻ എന്ന് പറയുന്നത് സൂര്യന്റെ പുത്രനാണ്. ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ കുഞ്ഞിന് കവചങ്ങളും കുണ്ഡലവും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് കുഞ്ഞിന് ജന്മന എന്താണ് ഉണ്ടായിരുന്നത്? കവച കുണ്ഡലങ്ങളുള്ള ആളായിരുന്നു ആര്? കർണൻ. ജനിച്ചപ്പോഴേ കുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു, കടുക്കലുണ്ടായിരുന്നു, കവചമുണ്ട്. എന്താണ് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഇല്ലേ, അതുപോലെയാണ് കവചം. എന്താണ്, യുദ്ധത്തിലൊന്നും അമ്പും ഒന്നും വന്ന് ഏൽക്കാതിരിക്കാൻ വേണ്ടി ദേഹത്ത് പ്രൊട്ടക്ഷൻ ആയിട്ടൊരു ഉടുപ്പുണ്ടായിരുന്നു, ജന്മന ഉണ്ടായിരുന്നു. അപ്പോഴെന്താണ്, ആ കുഞ്ഞിനെ ഒരു കുഞ്ഞു പെട്ടിക്കകത്താക്കിയിട്ട് എവിടെ ഒഴുക്കി വിട്ടു? ആറ്റിൽ ഒഴുക്കി വിട്ടു. ആറ്റിൽ ഒഴുക്കി വിട്ടു. അപ്പോഴെന്താണ്, ആ ഒഴുകിപ്പോയ കുഞ്ഞിനെ എന്ത് ചെയ്തു? നമ്മുടെ ഒരു കുതിരവണ്ടിക്കാരനായിട്ടുള്ള ഒരു സൂതൻ എടുത്ത് വളർത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് എന്താണ്, എല്ലാ ആയുധവിദ്യയും എല്ലാം അഭ്യസിച്ചു ഒന്നാമരം തേരാളിയായി കഴിഞ്ഞു. നല്ല ഒരു അശ്വവിദ്യ അഭ്യാസിയായി കഴിഞ്ഞ ആളായിരുന്നു അതിൽ കർണൻ. ആ കർണനെ പോലെ തന്നെ എന്താണ്, അതൊരു ദുരന്ത കഥാപാത്രമായിരുന്നു കർണൻ. അപ്പോഴെന്താണ്, അമ്മ വരെ ഉപേക്ഷിച്ചു. പിന്നെന്താണ്, ഒരു സൂതപുത്രനായിട്ട് വളർന്നു. പിന്നെന്താണ്, യുദ്ധത്തിൽ അവസാനം എന്താണ്, കർണനെ പരാജയപ്പെടുത്തണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷനായിട്ടുള്ള ഈ കവച കുണ്ഡലങ്ങൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്ന് മാറ്റണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പറ്റും. പക്ഷെ എന്താണ്, ചില ചതികളിലൂടെ അദ്ദേഹത്തിന് അത് മാറ്റേണ്ടി വന്നു. അദ്ദേഹത്തെ അങ്ങനെ യുദ്ധത്തിൽ എന്ത് ചെയ്തു? വധിക്കപ്പെട്ടു. അദ്ദേഹം യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. അതുപോലുള്ള മറ്റൊരു ദുരന്ത കഥാപാത്രമാണ് ആര്? ഏകലവ്യൻ. നമ്മുടെ പാഠഭാഗത്തിന്റെ പേരെന്താണ്? ഏതാണ്? ഏകലവ്യനാണ്. ഉണ്ടോ? അപ്പോഴെന്താണ്, ഏകലവ്യൻ മഹാഭാരതത്തിലെ കർണനെ പോലെ മറ്റൊരു ദുരന്ത കഥാപാത്രമാണ് ഏകലവ്യൻ. ധർമ്മനീതി ശാസ്ത്രങ്ങൾ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും ദളിതർക്കൊപ്പം നിന്നിട്ടില്ല എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഇതിഹാസത്തിലെ ഏകലവ്യൻ. എന്താണ് ആ ധർമ്മനീതി ശാസ്ത്രങ്ങൾ? എപ്പോഴുമാണ് ധർമ്മവും നീതിയുമായിട്ടുള്ള ആ ശാസ്ത്രങ്ങൾ എന്താണ്, ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും
ദളിതർക്കൊപ്പം നിന്നിട്ടില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതിഹാസത്തിലെ ഏകലവ്യം. ആ ഒരു ദളിതർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള വർഗത്തിനെയാണ് നമ്മൾ ദളിതെന്ന് പറയുന്നത്. താഴെയുള്ള സമൂഹത്തിന് ജാതീയമാണേലും വർഗീയമാണേലും എന്താണ് താഴെയുള്ള സമൂഹത്തിൽ താഴേക്ക് നിൽക്കുന്ന ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിനാണ് നമ്മൾ ദളിത വിഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു താഴെ തട്ടിലുള്ളവർക്ക് എന്താണ് താഴെ തട്ടിലുള്ളവർക്ക് കൂടെ ഒരിക്കലും ആ ധർമ്മനീതി ശാസ്ത്രങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ദളിതർക്കൊപ്പം നിൽക്കത്തില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എന്താണ് നമ്മളുടെ ഇതിഹാസത്തിലെ ഏകലവ്യൻ എന്ന കഥാപാത്രം. മനസ്സിലായോ? മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളെ? ഇപ്പം നമ്മൾ പറയത്തില്ല ഇപ്പം കാശുള്ളവൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് വിലയുണ്ട്, അവൻ്റെ ന്യായങ്ങൾ അംഗീകരിക്കും. അതേസമയം ഏതെങ്കിലും പാവപ്പെട്ടവളാണെങ്കിലോ അവർ പറയുന്ന ആരും കേൾക്കാനില്ല. അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ ഓർമ്മ കാര്യമില്ല, ഇപ്പം ഏറ്റവും ദളിതർക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതും ഒരു കാര്യമല്ലേ? നോക്കാം, ബാക്കി ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ. പരമ്പരാഗത നീതിമുറകൾ ഇക്കാലത്ത് നിഷേധിക്കപ്പെട്ട കാടിന്റെ മക്കളുടെ കരുത്ത് ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഈ കഥ നമ്മളോട് പറയുന്നു. എന്താണ് എല്ലാ കാലത്തും ഇക്കാലത്ത് നീതിമുറകൾ നിഷേധിക്കപ്പെട്ട കാടിന്റെ മക്കളുടെ കരുത്ത് ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്ന് ഈ കഥ നമ്മളോട് പറയുന്നു. ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയും സത്യസന്ധമായ ആവിഷ്കാരമാണ് ഏകലവ്യ കഥയെ പ്രശസ്തമാക്കുന്നത്. എന്താണ്? ആ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയും സത്യസന്ധമായ ആവിഷ്കാരമാണ് ഏകലവ്യൻ കഥയെ പ്രശസ്തമാക്കുന്നത്. ഇപ്പോഴെന്താണ്? ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വർഗം തന്നെ ഉണ്ട്. ആ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയും സത്യസന്ധമായ ആവിഷ്കാരമാണ് ഏകലവ്യൻ കഥയെ പ്രസക്തമാക്കുന്നത്. ഏകലവ്യന്റെ കഥ മഹാഭാരതത്തിലെ വേറൊരു വ്യാധം ഭാരതമാണ്. അപ്പോൾ ആ ഏകലവ്യന്റെ കഥ എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിലെ വേറൊരു വ്യാധ ഭാരതമാണ്. നോക്കിയേ, അപ്പോഴെന്താണ് ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ പറയുകയാണ്. എന്താണ്? ഒരു താഴ്ന്ന സമൂഹത്തിനെ മൊത്തത്തിൽ, ഇപ്പോൾ കാടിന്റെ മക്കളെയാണെങ്കിൽ പോലും മൊത്തത്തിൽ പറയുന്ന ഒരു കഥയാണ്. നമ്മളുടെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ആ ഒരു വർഗഭേദത്തിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഏകലിപിയിലൂടെ നമ്മൾ പറയുന്നതാണ് കേട്ടോ. മഹാഭാരതത്തിന് പുറമെ മറ്റ് ഇതിഹാസ കൃതികൾ കൂടി കുട്ടികൾക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം. അപ്പം മഹാഭാരതം പോലെ തന്നെ മറ്റുള്ള ഇതിഹാസങ്ങൾ കൂടി കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരമാണ്. രാമായണവും മഹാഭാരതവും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ രാമായണം വായിക്കുന്നത് അമ്പലങ്ങളിലാണെങ്കിലും ഹിന്ദു ഭവനങ്ങളിലാണെങ്കിലും രാമായണം സ്ഥിരമായിട്ട് വായിക്കുന്ന വീടുകൾ ഉണ്ടാവുമല്ലോ. പൊതുവെ നമ്മുടെ കർക്കിടക മാസത്തിലാണ് രാമായണം പാരായണം ചെയ്യുന്നത്. പിന്നെന്താണ്? നമ്മളുടെ മഹാഭാരത കഥയൊക്കെ നിങ്ങൾക്ക് കുറേ അറിയാം. രാമായണത്തിന്റെ കഥ അറിയാമല്ലോ. എന്താണ് രാമായണത്തിന്റെ പ്രധാന കഥാപാത്രമാരാണ്? രാമായണത്തിന്റെ പ്രധാന കഥാപാത്രം ശ്രീരാമനാണ്. ശ്രീരാമന്റെ കഥയാണ് രാമായണം. ശ്രീരാമന്റെ ഭക്തിയുടെ പേരെന്താണ്? സീതാദേവി. സീതാദേവിയെ ആരുടെ പുത്രിയാണ്? ജനക മഹാരാജാവിന്റെ പുത്രിയാണ് ജാനകി. പക്ഷെ ജനക മഹാരാജാവിന് ജനിച്ച കുഞ്ഞാണോ? അല്ല. സീതാദേവി ആരാണ്? ഭൂമി ദേവിയുടെ പുത്രിയാണ്. ഭൂമി ഉഴുതപ്പോൾ കിട്ടിയ ഒരു പേടകത്തിൽ ഒരു പെട്ടിയിൽ അടച്ചിരുന്ന ഒരു കുഞ്ഞാണ് സീതാദേവി. അത് ഭൂമി ഉഴുതപ്പോൾ ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ് സീതാദേവിയെ. സീതാദേവി ഭൂമിയുടെ പുത്രിയാണ്. ആർക്കാണ് കിട്ടിയത്? ജനക മഹാരാജാവിനാണ് കിട്ടിയത്. അതുകൊണ്ട് സീതാദേവിയെ ജാനകി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ജാനകി. ശ്രദ്ധിച്ചേ നമ്മളെ. അപ്പോഴെന്താണ്? ഏകലവ്യന്റെ കഥയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളുടെ OMV സാറിന്റെ ഏകലവ്യൻ എന്നുള്ളൊരു കൃതിയുണ്ട്, ഒരു കവിതയുണ്ട്. അത് നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ വേണം അത് പാടി കേൾപ്പിച്ചേരാം കേട്ടോ. ഏകലവ്യന്റെ കഥ പറയുന്ന ഒരു കവിതയുണ്ട്. ഇത് നമ്മളുടെ ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി എഴുതിയതാണ്. നമ്മളുടെ ഇപ്പോൾ ഈ പഠിക്കുന്ന പാഠഭാഗം. അതെ, ആരാണ്? ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി.
സ്ഥലപ്പേരാണ്. സ്കൂൾ കോളേജ് അധ്യാപകൻ, മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മലയാളം വിഭാഗം പ്രൊഫസർ, സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ അംഗങ്ങളിൽ പ്രവർത്തിച്ചു. അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം, ഭാരത ക്രൈസ്തവ വിജ്ഞാന കോഴ്സിൽ ഡയറക്ടർ എന്നിങ്ങനെ പല പല പദവികൾ അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി. അതിരുകളില്ലാത്ത ആശാൻ കവിത, വൃത്തിബോധം, മലയാള കാൽപ്പനിക കവിതയിൽ ആശരക്തങ്ങൾ, കലയുടെ ആത്മാവ്, നന്ദിതർക്കും പീഡിതർക്കും വേണ്ടി, ബൈബിൾ നിൽക്കുന്നു, വീണ്ടും വിചാരം, മറക്കരുതാത്ത ചരിത്ര പാഠങ്ങൾ, വിദ്യാഭ്യാസം, ചരിത്രവും ദർശനവും, അഗ്നികടയുന്ന അക്ഷരങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കൃതികൾ എന്ന് പറഞ്ഞേ? അതിരുകളില്ലാത്ത ആശാൻ കവിത. നമ്മുടെ കുമാരനാശാന്റെ കവിതകൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കുമാരനാശാന്റെ കവിതകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ കവിതയും വേറിട്ട് നിൽക്കുന്ന ഭാവങ്ങളാണ്. സത്യത്തിൽ കുമാരനാശാനൊക്കെയാണ് നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഇത്രത്തോളം ഉയർത്തിയത്. നമ്മുടെ മലയാളത്തിലെ കവികൾ തന്നെയാണ് നമ്മുടെ മലയാള ഭാഷയെ വാനോളം ഉയർത്തിയിരിക്കുന്നത്. പിന്നെന്തല്ലോ അദ്ദേഹം പിന്നെന്താണ്? വൃത്തിബോധം, മലയാള കാൽപ്പനിക കവിതയിൽ ആശരക്തങ്ങൾ, കലയുടെ ആത്മാവ്, നന്ദിതർക്കും പീഡിതർക്കും വേണ്ടി, ബൈബിൾ നിൽക്കുന്നു, വീണ്ടും വിചാരം, മറക്കരുതാത്ത ചരിത്രപാഠങ്ങൾ, വിദ്യാഭ്യാസ ദർശനം, അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. KCB സാഹിത്യ അവാർഡ്, ബെനീഷ അവാർഡ്, കട്ടക്കയം പുരസ്കാരം, മില്ലേനിയം സാഹിത്യ അവാർഡ്, കേരള ഹിസ്റ്ററി കോൺഗ്രസ് അവാർഡ് മുതലായ ഒട്ടേറെ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് നേടിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഏറ്റുമാനൂരാണ് ഇപ്പോൾ ജീവിക്കുന്നത്, ഏറ്റുമാനൂരാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ശ്രദ്ധിക്കണം, എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചേ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നേക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോക്കിയേ, ഗുരു തനിക്ക് വിദ്യ നിഷേധിച്ചിട്ടും ഗുരു പോലും അറിയാതെ അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് വിദ്യ നേടുന്ന ആളാണ് ഏകലവ്യൻ. എന്നിട്ടും ഒടുവിൽ ഗുരുവിന്റെ ആവശ്യപ്രകാരം തന്റെ പെരുവിരൽ മുറിച്ച് ഗുരുദക്ഷിണയായി സമർപ്പിക്കുന്നു. ഏകലവ്യൻ മഹാഭാരതത്തിലെ സമാനതകളില്ലാത്ത കഥാപാത്രമാണ്. ഒരിക്കലും അദ്ദേഹത്തിന് ഈക്വലായിട്ട്, അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു കഥാപാത്രം മലയാള സാഹിത്യത്തിലില്ല, മഹാഭാരതത്തിലും ഇല്ല. ഓക്കെ, നോക്കിയേ, ഗുരു തനിക്ക് വിദ്യ നിഷേധിച്ചിട്ടും ഗുരു പോലും അറിയാതെ അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് വിദ്യ നേടിയ ആളാണ് ഏകലവ്യൻ. എന്നിട്ടും ഒടുവിൽ ഗുരുവിന്റെ ആവശ്യപ്രകാരം തന്റെ പെരുവിരൽ മുറിച്ച് ഗുരുദക്ഷിണയായി സമർപ്പിക്കുന്നു. ഏകലവ്യൻ മഹാഭാരതത്തിലെ സമാനതകളില്ലാത്ത കഥാപാത്രമാണ്. അറിയാമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക്? നമ്മുടെ ആ കഥയിലേക്ക് പിന്നീട് പറഞ്ഞത് നമുക്ക് പാഠഭാഗം തുടങ്ങാം. അതിനിടയ്ക്ക് പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിച്ചേ. വീണ്ടും ശിഷ്യനെ അനുഗ്രഹിച്ചുകൊണ്ട് ദ്രോണാചാര്യർ പറഞ്ഞു, ഇതാ ഞാൻ നിനക്ക് ബ്രഹ്മശിരോസ്ത്രം സമ്മാനിക്കുന്നു. സാധാരണ വിദ്യാർത്ഥികൾക്കൊന്നും ഇത് സ്വീകരിക്കാനാവില്ല. ഒരിക്കലും ഇത് മനുഷ്യരിൽ പ്രയോഗിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിന് മുഴുവൻ ആപത്തുണ്ടാകും. മനസ്സിനും ശരീരത്തിനും ശുദ്ധി ഉള്ളപ്പോഴേ ഈ ആയുധം ധരിക്കാവൂ. മനുഷ്യനല്ലാതെ ഏതെങ്കിലും ശത്രു നിന്നെ എതിരിട്ടാൽ ഇത് ഉപയോഗിച്ച് അവനെ വധിച്ചു കൊള്ളുക. അപ്പോഴെന്താണ്? ഗുരുവായിട്ടുള്ള ആരാണ് ഗുരുവിനകത്ത്? ദ്രോണാചാര്യർ. അപ്പോഴാണ് ദ്രോണാചാര്യർ എന്താണ്? അദ്ദേഹത്തിന്റെ ശിഷ്യനെ അനുഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ബ്രഹ്മ ശിരോസ്ത്രം കൊടുത്ത് അദ്ദേഹം അനുഗ്രഹിക്കുകയാണ്. ഇപ്പോഴെന്താണ്? ആ ഒരു ബ്രഹ്മ ശിരോസ്ത്രം സമ്മാനിക്കുകയാണ്. അപ്പോൾ ഒരു ഗുരു അദ്ദേഹത്തിന്റെ ശിഷ്യനെ കൊടുക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? സാധാരണ വില്ലാളികൾക്കൊന്നും ഇത് സ്വീകരിക്കാനാവില്ല. സാധാരണപ്പെട്ട ഒരു വില്ലാളിമാർക്ക്, ഒരു എന്താണ് വില്ലാളി വീരന്മാരെ അറിയില്ലേ? എന്താണ്? എല്ലാ അസ്ത്രവിദ്യയും അഭ്യസിച്ച ആളുകളാണ് വില്ലാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു വില്ലാളിക്ക് ഒരിക്കലും ഇത് ആ ഒരു ബ്രഹ്മശിരോസ്ത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, സാധിക്കത്തില്ല. പിന്നീട് എന്താണ് പറയുന്നത്? അതിൻ്റെ കുറെ ഭവിഷ്യത്ത് പറയുന്നത് ഇതൊരിക്കലും ആരും പ്രയോഗിക്കരുത് എന്നാണ് പറയുന്നത്.
എന്താണ്? ആ ലോകത്തിന് മുഴുവൻ, ഒരു മനുഷ്യരുടെ നേരെ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ എന്താണിത്? എന്തായിത്തീരും? ആപത്തുണ്ടായിത്തീരും. ലോകം മുഴുവൻ ആപത്ത് ആയിപ്പോകും. മനസ്സിനും ശരീരത്തിനും ശുദ്ധി ഉള്ളപ്പോഴേ ഈ ആയുധം ധരിക്കാവൂ. അപ്പോഴെന്താണ്? ശരീരവും അതുപോലെ തന്നെ മനസ്സും ശുദ്ധമായിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ അസ്ത്രം പ്രയോഗിക്കാവൂ. അപ്പോഴെന്താണ്? മനസ്സ് ശുദ്ധമാവുമെന്ന് വെച്ചാൽ എപ്പോഴാണോ? നമ്മൾ അത്യാവശ്യം അസൂയയും കുശുമ്പും ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു സമയമൊക്കെ കാണത്തില്ലേ? കാണും, തീർച്ചയായിട്ടും കാണും. മനുഷ്യരല്ലേ, അസൂയയും കുശുമ്പും ഇല്ലാത്ത ആൾക്കാർ വേറെ ഉണ്ടോ? അപ്പോഴെന്തെങ്കിലുമൊക്കെ മനസ്സിൽ വേറെ ആരുടെങ്കിലുമൊക്കെ കുശുമ്പ് തോന്നിയിരിക്കുന്ന സമയത്തോ അസൂയ തോന്നിയിരിക്കുന്ന സമയത്തൊന്നും ഈ അസ്ത്രം പ്രയോഗിക്കരുത്. പിന്നെന്താണ്? അതുപോലെ തന്നെ ശരീരം എപ്പോഴും ശുദ്ധമായിരിക്കുന്ന സമയത്ത് തന്നെ അവന്താണ് 3-4 ദിവസം കിടന്നുറങ്ങി കുളിയും നനയൊന്നും ഇല്ലാതെ അശുദ്ധമായിട്ടിരിക്കുന്ന സമയത്തൊന്നും ചെന്ന് ആ അസ്ത്രം എടുത്ത് പ്രയോഗിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുന്ന സമയത്ത് മാത്രമേ, ശുദ്ധിയുള്ളപ്പോഴേ ഈ അസ്ത്രം ധരിക്കാവൂ. മനുഷ്യനല്ലാതെ ഏതെങ്കിലും ശത്രു നിന്നെ എതിരിട്ടാൽ ഉപയോഗിച്ച് അവനെ വധിച്ചു കൊള്ളുക. അപ്പോഴും മനുഷ്യനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ശത്രു നിന്നെ എതിരിടാൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഈ അസ്ത്രം പ്രയോഗിച്ചു കൊള്ളുക. പ്രയോഗിച്ചാൽ മാത്രമല്ല, പ്രയോഗിച്ച് അവനെ വധിച്ചു കളയുക, കൊന്നു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരായിരിക്കും പറയുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, ദ്രോണാചാര്യർ. അപ്പോൾ ഗുരുവിന്റെ പേരെന്താണ്? ദ്രോണാചാര്യനാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആരാണ്? നിസ്സാരക്കാരനായിട്ടുള്ള ശിഷ്യനാണോ? അല്ല. എന്താണ് പറയുന്നുണ്ടല്ലോ? സാധാരണ വില്ലാളികൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അസ്ത്രമാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള വില്ലാളി അല്ലല്ലോ, അസാധാരണക്കാരനായിട്ടുള്ള വില്ലാളിയല്ലേ? അത് ആരായിരിക്കാം? ശ്രദ്ധിച്ചേ, ബാക്കി ശ്രദ്ധിച്ചേ. അർജുനൻ ഗുരുവിന്റെ കാല് തൊട്ട് വന്ദിച്ചു. അപ്പോൾ ആരായിരുന്നു ആ ശിഷ്യൻ? അർജുനൻ. അർജുനനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. നോക്കിക്കേ, ബാക്കി നോക്കിക്കേ. അർജുനൻ ഗുരുവിന്റെ കാല് തൊട്ട് വന്ദിച്ചു. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി ശ്രദ്ധയോടെ ഗുരുവിൽ നിന്നും ദിവ്യാസ്ത്രം കൈക്കൊണ്ടു. ബ്രഹ്മശിരോസ്ത്രം സ്വീകരിച്ച പാർത്ഥൻ സൂര്യനെ പോലെ ജ്വലിച്ചു. സഹോദരന്മാരെല്ലാവരും അത്ഭുത സ്പർദ്ധരായി നിശ്ചലം നിന്നുപോയി. എന്താണ്? അപ്പോൾ ആ ഒരു ബ്രഹ്മശിരോസ്ത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. എപ്പോഴും ശുദ്ധിയും വൃത്തിയുമായി, ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ശുദ്ധമായിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ അസ്ത്രം പ്രയോഗിക്കാവൂ എന്ന് പറയുന്നത്. മനുഷ്യർക്കെതിരെ ഒരിക്കലും അസ്ത്രം പ്രയോഗിക്കരുത്. പിന്നെന്താണ്? ആരെങ്കിലും മനുഷ്യനല്ലാതെ ഏതെങ്കിലും ഒരു ശത്രു നിന്നെ എതിരിട്ടാൽ ആ നിമിഷം അവരെ വധിച്ചു കൊള്ളാനും അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പോൾ ആരാണ്? അർജുനനാണ്. അർജുനൻ ഗുരുവിന്റെ കാല് തൊട്ട് വന്ദിച്ചു. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തി. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്രമാക്കുക എന്ന് വെച്ചാൽ എന്താണ്? വേറെ ഒന്നിലോട്ടും ശ്രദ്ധ പതറിപ്പോകാതെ മനസ്സ് ഒരു സ്ഥലത്ത് മാത്രം ഉറച്ചു നിൽക്കുന്നതിനാണ് ഏകാഗ്രമാക്കുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോഴെന്താണ്? ഇത് വളരെ ശ്രദ്ധയോടെ ഗുരുവിൽ നിന്നും ദിവ്യാസ്ത്രം കൈക്കൊണ്ടു. വളരെ ശ്രദ്ധയോടെ ഗുരുവിന്റെ അടുത്ത് നിന്ന് ആ ദിവ്യാസ്ത്രം കൈക്കൊണ്ടു. ബ്രഹ്മശിരോസ്ത്രം സ്വീകരിച്ച പാർത്ഥൻ സൂര്യനെ പോലെ ജ്വലിച്ചു. ബ്രഹ്മശിരോസ്ത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ പാർത്ഥൻ, നമ്മുടെ അർജുനന്റെ മറ്റൊരു പേരാണ് എന്ത്? പാർത്ഥൻ. അർജുനൻ എത്ര 8-10 പേരുകളുണ്ടല്ലോ. നമ്മൾ ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, പൊതുവെ ഹിന്ദു ഭവനങ്ങളിൽ പറയുന്നുണ്ടല്ലോ, എന്താണ്? രാത്രിയിൽ കുട്ടികൾക്ക് പേടി വരുമ്പോഴത്തേന് അർജുനന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് കിടന്നാൽ പേടി പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ അർജുനൻ പാർത്ഥ സഹദേവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ? എല്ലാ പേരും പറഞ്ഞാലും വേണമെന്ന് അറിയത്തില്ല കേട്ടോ. എന്നാലും പറയുന്നുണ്ട്. എന്താണ്? പേടിയാവുന്ന സമയത്ത് നമ്മൾ അർജുനന്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവത്തില്ല, പേടി പോകുന്നു. അത്രയ്ക്ക് വില്ലാളി വീരനാണ് അർജുനൻ. അതുകൊണ്ടാണ് അതൊരു ലിസ്റ്റായിട്ടുണ്ട്. ആ പേരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പേടിയുണ്ടെങ്കിലും പേടിയെല്ലാം മാറിപ്പോകും. അപ്പോൾ അർജുനന്റെ മറ്റൊരു പേരെന്താണ്? പാർത്ഥൻ. നമ്മൾ ചില അമ്പലങ്ങൾ പറയുന്നത് പാർത്ഥസാരഥി അമ്പലം, അല്ലേ? പാർത്ഥസാരഥി. പാർത്ഥൻ. അർജുനന്റെ മറ്റൊരു പേരാണ് പാർത്ഥൻ. അപ്പോഴെന്താണ്? പാർത്ഥൻ എന്ത് ചെയ്തു? സൂര്യനെ പോലെ ജ്വലിച്ചു. സൂര്യഭഗവാനെ പോലെ തേജസ് ഉളവാക്കുന്ന സൂര്യനെ പോലെ ജ്വലിച്ചു. പിന്നെന്താണ്? അത് കണ്ടപ്പോൾ, ആ
ബ്രഹ്മശിരോസ്ത്രം സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം എന്ത് ചെയ്തു? അത്ഭുത സ്തബ്ധരായി നിശ്ചലം നിന്നുപോയി. അത്ഭുതത്തോടുകൂടി പേടിച്ച് അവര് അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. അത്ഭുതം, പേടിയല്ല, അത്ഭുതം. അയ്യോ അതെന്താണ്, ഞങ്ങളുടെ സഹോദരന് മാത്രം കിട്ടുന്നില്ലയോ, ഞങ്ങൾക്ക് കിട്ടുന്നില്ലയോ എന്നൊക്കെയാണ് ചിന്ത വന്നേക്കാം. അപ്പോഴാരാണ് അർജുനന്റെ സഹോദരങ്ങൾ? ആരൊക്കെയാണ് അർജുനന്റെ സഹോദരങ്ങളെന്ന് ശ്രദ്ധിച്ചേ. ആദ്യമായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും കുന്തിദേവിയുടെ പുത്രന്മാരാണ്. കുന്തിദേവിയുടെ പുത്രന്മാരാണ് ആര്? കർണന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കുന്തിദേവിയുടെ പുത്രനാണ്, സൂര്യഭഗവാന്റെ പുത്രനല്ലേ കർണൻ. അതുപോലെ തന്നെയാണ് ധർമ്മപുത്രൻ. ധർമ്മപുത്രർക്ക് മറ്റൊരു പേരുണ്ടല്ലോ, അറിയാമോ? യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ. ഭീമസേനുണ്ട്. ഭീമസേനനെ അറിയാമല്ലോ. പണ്ട് നമ്മൾ കല്യാണ സൗഗന്ധികം അന്വേഷിച്ച് പോയ ആളാണ് ആര്? ഭീമൻ. നമ്മൾ പഞ്ചപാണ്ഡവരുടെ കാര്യമാണോ ഈ പറയുന്നത്? പഞ്ചപാണ്ഡവർ അറിയത്തില്ലേ? പഞ്ചപാണ്ഡവർ എത്ര? 5 പേര്. അഞ്ച് പേരാണ് പഞ്ചപാണ്ഡവർ എന്ന് പറയുന്നത്. അപ്പോഴാരാണ്? ധർമ്മപുത്രൻ, അതായത് യുധിഷ്ഠിരൻ. പിന്നീട് ആരാണ്? ഭീമൻ. അടുത്ത അർജുനൻ. മൂന്നാമത്തെ ആളാരാണ്? അർജുനനെയാണ് നമ്മൾ കഥാപാത്രം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന കഥാപാത്രമാരാണ്? അർജുനനാണ്. അതുപോലെ നകുല സഹദേവന്മാരുണ്ട്. നകുലനും സഹദേവനുമുണ്ട്. ആരുടെ പുത്രന്മാരാണ്? കുന്തിദേവിയുടെയും പാണ്ഡുവിന്റെയും പുത്രന്മാരാണ് 5 പേര്. ആരൊക്കെയാണ്? യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്ര. പറഞ്ഞ പേര് മേഡത്തിലൂടെ. ധർമ്മപുത്ര അഥവാ യുധിഷ്ഠിരൻ. പിന്നെ ഭീമനാണ്. ഭീമസേന കാണുന്നത് പോലെ തന്നെ ഭയങ്കര തടിയും ഭയങ്കര ഹൈറ്റും ഒക്കെ ഉള്ള ഒരാളാണ് ഭീമൻ. ആ പേര് പോലെ തന്നെയാണ് ഭീമൻ. അത് കഴിഞ്ഞിട്ടാണ് അർജുനൻ. നേരത്തെ ഞാൻ പറഞ്ഞു, കുന്തിദേവിക്ക് ആരെ ആഗ്രഹിക്കുന്നോ അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഭീമൻ എന്ന് പറയുന്ന വായുദേവന്റെ പുത്രനാണ്. ഇന്ദ്രന്റെ പുത്രനാണ് അർജുനൻ. ഇന്ദ്രഭഗവാന്റെ പുത്രനാണ് അർജുനൻ. നമ്മുടെ ഒഫീഷ്യലി കുന്തിദേവിയുടെ ഭർത്താവാണ് പാണ്ഡു, കേട്ടോ. പക്ഷെ പുത്രന്മാരും പല ദേവന്മാരുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നോക്കിയ മക്കളെ, അവസാനത്തെ 2 പേരാരൊക്കെയാണ്? നകുലനും സഹദേവനുമാണ്. അപ്പോഴെന്താണ്? അപ്പൊ ആ സഹോദരങ്ങളാണ് ആകെ കൂടി അത്ഭുത സ്തബ്ധരായിട്ട് നിന്നു പോകുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്ര, ഭീമൻ, പിന്നെ അർജുനനാണെന്ന്, പിന്നെ നകുലനും സഹദേവനും. പഞ്ചപാണ്ഡവർ എന്നറിയപ്പെടുന്നവരാണ് ഈ 5 പേര്. ഇവരുടെ ഭാര്യ ആരായിരുന്നല്ലോ? പഞ്ചപാണ്ഡവരുടെ ഭാര്യ ആരാണെന്ന് അറിയാമോ? ദ്രൗപദി. പാഞ്ചാലി എന്നാണ് പഞ്ചപാണ്ഡവരുടെ ഭാര്യ. പാഞ്ചാലി എന്നാണ് അറിയപ്പെടുന്നത്. പാഞ്ചാലിയുടെ മറ്റൊരു പേരാണ് എന്ത്? ദ്രൗപദി. നിങ്ങളിൽ കുറെ പേർക്ക് കാണത്തില്ലേ? സ്കൂളിൽ വിളിക്കാൻ ഒരു പേരുണ്ടാവും, വീട്ടിൽ വിളിക്കാൻ ഒരു പേര് കാണത്തില്ലേ? അതുപോലെ 2 പേരുണ്ട് കേട്ടോ. പാഞ്ചാലി എന്നുണ്ട്, ദ്രൗപദി എന്നുണ്ട്. ദ്രുപന്റെ പുത്രിയാണ് ദ്രൗപദി. ആ കഥയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും മക്കളെ, നമുക്ക് പഠിച്ചു തീരണ്ടേ. അപ്പോൾ ബാക്കി ശ്രദ്ധിച്ചേ. അപ്പോഴെന്താണ്? ആ ബ്രഹ്മശിരോസ്ത്രം സ്വീകരിച്ച അർജുനൻ ആരെ പോലെയാണോ തിളങ്ങിയത്? നമ്മുടെ സൂര്യ ഭഗവാനെ പോലെ ജ്വലിച്ചു. തിളങ്ങിയെന്ന് തന്നെ പറയുന്ന വാക്ക് ജ്വലിച്ചു എന്ന് തന്നെ പറയണം. സൂര്യന്റെ ആ ഒരു ജ്വാലയാണല്ലേ പറയുന്നത്. സൂര്യന്റെ വെയിലിൽ നിന്ന് ആ വെയിലിൽ നിന്ന് പറഞ്ഞാൽ പോലെ ജ്വലിക്കുക, ആ ജ്വാലയാണ്. നമ്മുടെ തീജ്വാല എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ സൂര്യന്റെ ആ ഒരു ജ്വാല. പിന്നെന്താണ്? സഹോദരന്മാരെല്ലാവരും അത്ഭുത സ്തബ്ധരായി നിശ്ചലം നിന്നുപോയി. സഹോദരങ്ങളെല്ലാവരും പേടിച്ച് നിശ്ചലമില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരു പാണ്ഡവരെല്ലാവരും കൂടി ഗുരുവിന്റെ അനുവാദം വാങ്ങി വനത്തിൽ നായാട്ടിന് ഇറങ്ങി. അപ്പോഴൊരു ദിവസം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താണ്? ഒരു ദിവസം ആ ഗുരു പാണ്ഡവരെല്ലാവരും, ഗുരു പാണ്ഡവർ എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചപാണ്ഡവരുടെ കാര്യമാണ് പറയുന്നത്. ആ ഗുരു പാണ്ഡവരെല്ലാവരും കൂടി എന്താണ്? ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് അവരെവിടെ പോവാണ്? വനത്തിൽ നായാട്ടിന് ഇറങ്ങി. വേട്ടയ്ക്ക് പോയി. നായാട്ടിന് പോകാന്ന് വെച്ചാൽ വേട്ടയ്ക്ക് പോകാല്ലേ. മൃഗങ്ങളെ അമ്പെയ്ത് കൊന്ന് പിടിക്കാൻ വേണ്ടി പോവാണ്. മൃഗങ്ങളെ വേട്ട
മൃഗങ്ങളെ വേട്ടയാടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല ഉള്ളത്, പിന്നെ എന്താ കൂടിയുണ്ട് അവർക്ക്? അവരെന്താണ് ചെയ്യുന്നത്? അവർക്ക് കുറേ വിദ്യകൾ പഠിച്ചില്ലേ? ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വിദ്യകൾ പഠിച്ചു. ആ വിദ്യകളെല്ലാം ഒന്ന് പ്രയോഗിക്കാനുള്ള ഒരു അവസരം തേടിയാണ് അവർ കാട്ടിലേക്ക് നീങ്ങിയത്. ആ വിദ്യകളെല്ലാം അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനകത്തൊക്കെ തങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യം അറിയണ്ടേ? അപ്പോൾ ആ വിദ്യകളെല്ലാം എന്ത് ചെയ്യണമെന്നാണ്? ആ വിദ്യകളെല്ലാം ഒന്ന് പ്രയോഗിക്കാൻ അവസരം തേടിയാണ് അവർ കാട്ടിലേക്ക് നീങ്ങിയത്. അത് നല്ലതാണെന്ന് ദ്രോണാചാര്യർക്ക് തോന്നി. അപ്പോഴെന്താ അത് കൊള്ളാം, അവർക്ക് എന്താണ്, നിങ്ങൾ പഠിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ആ പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് അറിയുമെന്നറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സ്കൂളിലെ ടെസ്റ്റ് പേപ്പറുകളും പരീക്ഷകളും നടത്തുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ച കാര്യങ്ങൾ അത് പേപ്പറിലേക്ക് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ കുറേ അസ്ത്രവിദ്യകൾ പഠിച്ചു. പക്ഷെ അത് എത്രമാത്രം അവർക്ക് പ്രായോഗികമാകും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ കാട്ടിലേക്ക് പോയത്. എത്രത്തോളം പ്രയോഗിക്കാനുള്ള അവസരം അവർക്ക് എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെ കാട്ടിലേക്ക് പോയത്. അപ്പോഴെന്താണ് അതൊരു നല്ല കാര്യമാണെന്നുള്ള ചിന്ത ആർക്കുണ്ടായി? ദ്രോണാചാര്യർക്ക് ഉണ്ടായി. അപ്പൊ ശ്രദ്ധിച്ച മക്കളെ, കാട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ വേട്ടനായ്ക്കൾ കുരച്ച് മുന്നിൽ നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നായാട്ടിന് പോകുന്നതിന് മുമ്പ് എന്താണ്, വേട്ടനായ്ക്കളുണ്ട്. അതിന് പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള നായ്ക്കളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നായ്ക്കളെല്ലാം കുരച്ചുകൊണ്ട് കാട്ടിനകത്ത് കയറിയാൽ മാത്രമേ എന്തായാലും ജീവികളെല്ലാം അവരുടെ മാളങ്ങളിൽ നിന്ന് പുറത്തു വരുള്ളൂ. ജീവികളെല്ലാം പുറത്ത് വന്നാൽ മാത്രമേ വേട്ടയിടാൻ പറ്റുള്ളൂ. എല്ലാവരും രാത്രിയിലൊക്കെ ഇന്ന് ഉറങ്ങുന്ന സമയമാണെങ്കിൽ എന്താണ്, എവിടെ പോയി കണ്ടുപിടിക്കും മൃഗങ്ങളെ വേട്ടയാടാൻ അല്ലേ? അതുകൊണ്ട് വേട്ട നായ്ക്കളെ എന്ത് ചെയ്യും? ആദ്യം കയറ്റിവിടും. അപ്പോൾ വേട്ട നായ്ക്കൾ കയറുമ്പോൾ എന്ത് ചെയ്യും? കുരച്ചുകൊണ്ട് മുന്നിൽ നീങ്ങുന്നുണ്ടായിരുന്നു. കുര കേട്ടു കാടിളക്കി മൃഗങ്ങൾ പുറത്തു വരുമ്പോൾ അസ്ത്രം പ്രയോഗിക്കാൻ തയ്യാറായി കുമാരന്മാർ നീങ്ങി. അപ്പോഴെന്താണ്, ആ വേട്ടനായ്ക്കളുടെ കുര കേട്ട് എന്താണ്, കുര കേട്ട് കാടിളക്കി മൃഗങ്ങൾ പുറത്തു വരുമ്പോൾ ആ രാത്രിയിലാണെങ്കിൽ തന്നെ ആ നായ്ക്കളുടെ കുര കേട്ടെന്താണ് പേടിച്ച് ആ മൃഗങ്ങളെല്ലാം കാടിളക്കി പുറത്തു വരുമ്പോൾ അസ്ത്രം പ്രയോഗിക്കാൻ തയ്യാറായി കുമാരന്മാർ നീങ്ങി. അപ്പോഴത്തേന് ജീവികൾ, കാട്ടുജീവികൾ ഭയന്നടുത്തേക്ക് അവർ ഓടത്തില്ലേ? ആ ഓടി വരുമ്പോഴേക്കും അവരെ അമ്പയ്യാവുന്നുള്ള രീതിയിൽ കുമാരന്മാർ നിൽക്കുകയാണ്. പെട്ടെന്ന് അകലെ നിന്ന് നായ്ക്കളുടെ കരച്ചിൽ കേട്ടു. അപ്പോഴെന്താണ്, അവരിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് അകലെ നിന്ന് ദൂരെ നിന്ന് നായ്ക്കളുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ ദൂരെ നിന്നിട്ട് നായ്ക്കൾ കരയുകയാണ്. കുരച്ചലറി ചാടി ഇങ്ങനെ പോയ നായ്ക്കളാണ്. പക്ഷെ എന്താണ്, നായ്ക്കളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. അതെന്താവാം എന്ന് ഓർത്ത് നിൽക്കെ നായ്ക്കൾ മോങ്ങിക്കൊണ്ട് ഓടി വന്നു. അയ്യോ, അതെന്താണ് നായ്ക്കൾ കരയുന്നത്? നായ്ക്കൾ എന്താണ് കരയുന്നത് എന്ന് ഓർത്ത് നിൽക്കെ ഈ നായ്ക്കൾ എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് തിരിച്ചോടി വന്നു. നായ്ക്കൾ കരഞ്ഞുകൊണ്ടതല്ല, മോങ്ങിക്കൊണ്ടെന്നാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. പട്ടി മോങ്ങുന്നത് നമ്മൾ നോക്കിയപ്പോഴാണ് കാലം വരുമ്പോഴാണ് പറയുന്നത് അല്ലേ? രാത്രി പട്ടിയുടെ ഒരിക്കൽ കേൾക്കുമ്പോഴത്തേന് ഇയ്യോ പ്രേതം വരുന്നേ കാലം വരുന്നതെന്ന് പറഞ്ഞ് പേടിയാവത്തില്ലയോ? ചുമ്മാതാണ് പട്ടി പേടിച്ച് കരയുന്നതല്ല മോഹനെന്ന് പറയുന്നത്. നീ വീട്ടിൽ ആരെങ്കിലും പറയുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താണ്, പട്ടി പേടിച്ച് കരയുന്നതിനാണ് മോഹൻ എന്ന് പറയുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് പ്രേതം ഭൂതം പിശാചും ഒന്നും വരുന്നതല്ല എന്ന് പറയണം കേട്ടോ. നോക്കിയേ, പെട്ടെന്ന് അകലെ നിന്ന് നായ്ക്കളുടെ കരച്ചിൽ കേട്ടു. അതെന്താവാം എന്ന് ഓർത്ത് നിൽക്കെ നായ്ക്കൾ മോങ്ങിക്കൊണ്ട് ഓടി വന്നു. നോക്കുമ്പോൾ അത്ഭുതം, ഓരോ നായുടെ വായിലും 7 ശരങ്ങൾ. എന്താണ്, ആ നായ്ക്കൾ കരഞ്ഞുകൊണ്ട് തിരിച്ചോടി വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ നായ്ക്കളുടെ വായിൽ എന്താണ് 7 ശരങ്ങൾ വീതം. ഓരോ ആ നായുടെയും വായിൽ 7 അമ്പ് വീതമുണ്ട്. ശരം എന്ന് വെച്ചാൽ എന്താണോ അമ്പ്. നമ്മുടെ അമ്പന് ശരം എന്നാണ് അർത്ഥം വരുന്നത്. ശരങ്ങൾ എന്ന് വെച്ചാൽ അമ്പുകളാണ്. അപ്പോൾ 7 അമ്പുകൾ. അപ്പോൾ മനസ്സിലായ എങ്ങനെയാണ് വേട്ടയിടാൻ പോകുന്നതെന്ന്? വേട്ടയിടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങളെ? ആദ്യം വേട്ടനായ്ക്കളെ കാട്ടിലേക്ക് വിടും. വേട്ടനായ്ക്കൾ കുരച്ചുകൊണ്ട് കാടിളക്കും. ആ സമയത്ത്
മൃഗങ്ങളും പക്ഷികളും എല്ലാം ഭയന്ന് അവരുടെ മാളങ്ങളിൽ നിന്നും കൂടുകളിൽ നിന്നും പുറത്ത് ചാടുകയാണ്. ആ സമയത്ത് അമ്പ ഇത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴെന്താണ്, ഇപ്പം വേട്ട നായ്ക്കൾ അങ്ങോട്ട് ആദറിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, അവര് കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് തിരിച്ചു വരികയാണ്. ആ മോങ്ങിക്കൊണ്ട് തിരിച്ചു വരുന്നപ്പോഴെന്താണ്, ആ ഓരോ നായിന്റെയും വായില് 7 അമ്പ് വീതം തറച്ചിട്ടിരുന്നു. ഭയങ്കരമല്ലേ? ഒരു നായുടെ വായിൽ തന്നെ 7 അമ്പ് എയ്ത് കൊള്ളിക്കുക എന്ന് വെച്ചാൽ നിസ്സാരപ്പെട്ട കാര്യമാണോ? അല്ല, ഒരു നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. എപ്പോഴും ഒരു പോകുന്ന നായ നമുക്ക് ഒരമ്പ് അതിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും എയ്ത് കൊള്ളിക്കാം, ഒരമ്പ് കൊള്ളിക്കാം. പക്ഷെ 7 അമ്പ് അതിൻ്റെ വായിൽ തന്നെ കൊള്ളുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആരോ നിസ്സാരക്കാരനല്ല അവരെ അമ്പെയ്തതെന്ന് സാരം അല്ലേ? അത് തന്നെ. അപ്പോൾ നോക്കിയ മക്കളെ, ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. എന്ത് സംശയമാണെങ്കിലും മാഡത്തിനെ വിളിച്ച് ചോദിക്കണം. അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ച് തീർന്നു പോണേ. പിറ്റേ ദിവസം നാളെ പഠിക്കാൻ, എനിക്ക് ഇന്ന് സമയം, ഇന്ന് ഉറക്കം വരുന്നു, ഇന്ന് കൈ കടിക്കുന്നതെന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. അന്നന്ന് ചെയ്യാനുള്ള വർക്കുകൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കുക കേട്ടോ. അങ്ങനെ തന്നെ ചെയ്തു തീർന്നു പോവുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ ചിൽഡ്രൻ, ബൈ.